ഏതെങ്കിലും ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു മീഡിയ ചർച്ചയാണോ ദേവസ്വം ബോർഡ് അംഗങ്ങളെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയാണ്. മാധ്യമ ചർച്ചയല്ല, നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ നിങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടി എന്ത് മറുപടി പറയുമെന്ന് ഞാൻ ചോദിച്ചത്. ഒറ്റ കാര്യം അജിംസെ, ഞാൻ പറഞ്ഞതിൽ പാർട്ടി എന്നല്ല, LDFO UDFO അല്ലെ ഏത് ഗവൺമെൻറ്റോ ആകട്ടെ, കേരളത്തിൽ അജിംസിന് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആക്ടിനെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചാൽ നന്നായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ കീഴിൽ നടക്കുന്നതായ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരു സർക്കാരും നേരിട്ട് ഇടപെടാൻ കഴിയില്ല. അങ്ങനെ ഇടപെടാറുമില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. 1. 2, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതാത് കാലത്തെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. ദേവസ്വം ബോർഡിൻ്റേതായ കമ്മീഷണറുണ്ട്. ആ കമ്മീഷണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഫയൽ ഒറിജിനേറ്റ് ചെയ്തു വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള ദേവസ്വം ബോർഡിൽ നിന്നാണ്. ദേവസ്വം കമ്മീഷണറുടെ മുമ്പാകെ ഒരു ദിവസം 100 കണക്കിന് ഫയലുകൾ വരും. അത്തരത്തിൽ ഉത്തരവാദിത്വരാഹിത്യത്തോടു കൂടിയോ അല്ല. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ അഭിഭാഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം ഉത്സാഹികളും സഹായികളുമായിട്ടോ ആരെങ്കിലും നിന്നിട്ടുണ്ട് എങ്കിൽ അവർ ക്രിമിനൽ നടപടി ചട്ടത്തിൻ്റെ പരിധിയിൽ വരികയും അവർ കുറ്റാരോപിതരായി പ്രതിപട്ടികയിൽ വരികയും അവർ നിയമത്തിന് മുമ്പിൽ അത്തരത്തിൽ വിചാരണ ചെയ്യപ്പെടുകയും അവരുടെ മേലുള്ള ആരോപണങ്ങൾ ആ പ്രോസിക്യൂഷൻ നടപടി നേരിട്ട് അത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. ഇവിടെ CPM എന്ത് ചെയ്യും എന്നുള്ളതിൻ്റേതാണ്. ഞാൻ ആദ്യം ഇടപെട്ടതിൽ എന്നോട് പ്രത്യേകിച്ചൊരു ദേഷ്യമൊന്നും തോന്നണ്ട. ഞാനത് ബോധപൂർവം പറഞ്ഞതാണ്. പലപ്പോഴും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ധാരണ ഈ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം അത്തരത്തിൽ തീരുമാനിക്കുന്നതും പല കാര്യങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളാണ് എന്നൊരു തെറ്റായ അങ്ങനെയല്ല എനിക്കത് ആ തെറ്റിദ്ധാരണ അങ്ങ് ആദ്യം തിരുത്തണം. അങ്ങനെയല്ല, അങ്ങ് പറയുന്നത് ഇത് വളരെ സാങ്കേതികമായ ദേവസ്വം കമ്മീഷണറെ നിയമിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ദേവസ്വം ബോർഡാണ്. ഈ ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നവരാ പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടിയാണ്. ആ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റാക്കിയതാരെ A. പത്മകുമാർ, അയാളെ നിങ്ങൾക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. ഈ പാർട്ടി വച്ചിട്ടുള്ള ദേവസ്വം പ്രസിഡന്റിന്റെ കാലത്താണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ ദൈനംദിനം സർക്കാരോ പാർട്ടിയോ അതിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഡയറക്റ്റ് ഇടപെടാതിരിക്കാനാണ് പാർട്ടിക്കാരെ കൊണ്ടുവയ്ക്കുന്നത് ദേവസ്വം പ്രസിഡന്റായിട്ട്. പാർട്ടിയുടെ നയമാണ് ദേവസ്വം ബോർഡിൽ അയാൾ നടപ്പാക്കുന്നത്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുക നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ 5 ദേവസ്വം ബോർഡുകൾ കേരളത്തിലുണ്ട്. അത് അജിംസിൻ്റെ അറിവിലേക്ക് വേണ്ടി ഞാനങ്ങ് പറയുകയാണ്. എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് അജിംസിന് തോന്നുന്നുവെങ്കിൽ ആ തെറ്റിദ്ധാരണയിൽ അങ്ങേക്ക് അങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് ആ തെറ്റിദ്ധാരണ ഇല്ല. ഞാനൊരു തർക്കത്തിനല്ല, നമ്മൾ തമ്മിൽ ഉദ്ദണ്ഡനും ഭട്ടതിരിയും തമ്മിലുള്ളൊരു തർക്കം വേണ്ട. അവിടെ വരുന്ന തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ദേവസ്വം ബോർഡുമായി ചേർന്നുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകൾ, വിവിധ മന്ത്രി കാര്യാലയങ്ങൾ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, വൈദ്യുതി, അതുപോലെ തന്നെ ആരോഗ്യം, ചികിത്സ, മറ്റു വിധത്തിലുള്ള അവരുടെ ഈ കുടിവെള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരുപാട് അത്തരത്തിലുള്ള സഹായങ്ങൾ വേണ്ടി വരും. CPIM പ്രതിക്കൂട്ടിൽ നിർത്തണമെന്നാണെങ്കിൽ ഇപ്പം നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ആവാം അജിംസെ. അങ്ങനെയല്ല, ഈ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് നിങ്ങളെന്തോ CPM വിചാരണ ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നതേ അല്ല പ്രശ്നം. ഇത് ഉദ്ദണ്ഡനും ഭട്ടതിരിയും തമ്മിലുള്ള തർക്കമേ അല്ല. ഉദ്ദണ്ഡനും ഭട്ടതിരിയും തമ്മിലുള്ള തർക്കമല്ല. പൊതുപണം ഉപയോഗിച്ചാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. അത് ദേവസ്വം ബോർഡിൽ പൊതുപണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ രാഷ്ട്രീയ നിയമനത്താൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ വെക്കൂ ജനങ്ങളോട്. അതല്ല, അതൊക്കെ അവർ നോക്കുന്ന കാര്യമാണ്. ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ലെങ്കിൽ പിന്നെ CPM സംസ്ഥാന സമിതി അംഗത്തെ നിങ്ങൾ എന്തിനാണ് അവിടെ അധ്യക്ഷനാക്കുന്നത്? അജിംസെ, ഞാനൊന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ അനുവദിക്കുമോ? എന്താന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ ഇടപെടാനേ തയ്യാറല്ല. അന്വേഷണം എവിടെയാണ് നടത്തുന്നത്? അന്വേഷണം കേരളത്തിലെ പോലീസാണ് നടത്തുന്നത്. അതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ഈ അന്വേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അസന്നിഗ്ധമായ നിലപാട് പറഞ്ഞു.
ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അത് പൂർണ്ണമായും അങ്ങനെ തന്നെ. അക്കാര്യത്തിൽ അതിനോട് അല്ലാതെ പറയാൻ കഴിയുമോ യോജിപ്പ്, സമ്പത്ത്? സഹകരണം ഈ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത് നിങ്ങളുടെ CPS സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മേൽനോട്ടത്തിലാണ്. അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ തുല്യം ചാർത്തി കൊടുത്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾക്കൊള്ളുന്ന ദേവസ്വം ബോർഡ്. എന്നിട്ട് ഹൈക്കോടതി പിടിച്ചു കഴിഞ്ഞാൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ പറയാം ഞങ്ങൾ അതിനെ പിൻപറ്റും. അല്ലാതെ നിങ്ങൾക്ക് എന്ത് മാർഗമില്ല.